சி ஜோசப் விஜய் எனும் நான் തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റത്തിന് വഴിവെച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ. സിനിമയിലെ സൂപ്പർ താരമായ വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ പലരും അതിനെ പരീക്ഷണമായിട്ടാണ് കണ്ടത്. പക്ഷേ ഇന്ന് അദ്ദേഹം തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. சி ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். സിനിമയിൽ തളപതി എന്ന ആരാധകർ വിളിച്ചിരുന്ന വിജയ് ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും ജനങ്ങളുടെ നേതാവായി മാറിയിരിക്കുന്നു. സിനിമയിൽ എത്ര വലിയ ട്വിസ്റ്റ് വന്നാലും അവസാനം നായകൻ ജയിക്കുമെന്ന വിശ്വാസം പ്രേക്ഷകർക്കുണ്ട്. എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയ ജീവിതം അതിലും കൂടുതൽ വെല്ലുവിളി ഉള്ളതാണെന്ന് വിജയ് അടുത്ത ദിവസങ്ങളിലാണ് വ്യക്തമായി മനസ്സിലാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം അധികാരം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പല രാഷ്ട്രീയ നീക്കങ്ങളും നടന്നു. പിന്തുണ നൽകുമെന്ന് പറഞ്ഞവർ വിട്ടുപോയി. ചിലർ പാർട്ടിയിലെ MLA-മാരെ വശീകരിക്കാൻ ശ്രമിച്ചു. ഗവർണറുടെ തീരുമാനം പോലും നീണ്ട ചർച്ചകൾക്ക് കാരണമായി. രാഷ്ട്രീയത്തിൽ പുതുമുഖമായിരുന്ന വിജയിന് ഇതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹം ശാന്തത കൈവിട്ടില്ല. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് അദ്ദേഹം സർക്കാർ രൂപീകരിക്കാൻ തയ്യാറായി. സിനിമയിലെ പോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും വിജയ് വിജയിച്ചു എന്ന തോന്നലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർക്കുള്ളത്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സിനിമാ താരത്തിലോട് വലിയ ആത്മബന്ധമുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന താരങ്ങളെ അവർ സ്വന്തം ആളുകളായി കാണാറുണ്ട്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രൻ, ജയലളിത എന്നിവരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയവരാണ്. ഇപ്പോൾ അതേ വഴിയിലാണ് വിജയും എത്തിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് കോടികൾ പ്രതിഫലനം ലഭിക്കുന്ന സമയത്താണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. പലർക്കും അത് അമ്പരപ്പായിരുന്നു. എന്നാൽ വർഷങ്ങളായി അദ്ദേഹം ഇതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇഴക്കം പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറി. 2024 ഫെബ്രുവരി 2-നാണ് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആ സമയത്ത് പലരും പരിഹസിച്ചു. സിനിമാ താരം രാഷ്ട്രീയത്തിൽ വിജയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആരാധകരുടെ വലിയ പിന്തുണയും യുവാക്കളുടെ ആവേശം TVK ശക്തമായ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കണക്ക് മാറ്റാൻ പാർട്ടിക്ക് കഴിഞ്ഞു. 1974 ജൂൺ 22-ന് ചെന്നൈയിൽ ജനിച്ച വിജയുടെ പൂർണ്ണ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ്. അച്ഛൻ SA ചന്ദ്രശേഖർ സിനിമാ സംവിധായകനും നിർമ്മാതാവുമാണ്. അമ്മ ശോഭ ചന്ദ്രശേഖർ ഗായികയും എഴുത്തുകാരിയുമാണ്. ബാലതാരമായിട്ടാണ് വിജയ് സിനിമയിലെത്തിയത്. ആദ്യകാലത്ത് വിജയ് ഒരു റൊമാന്റിക് ഹീറോ എന്ന ഇമേജിലായിരുന്നു. പിന്നീട് ആക്ഷൻ സിനിമകളിലൂടെ വലിയ ജനപ്രീതി നേടി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ കൂടുതൽ പ്രത്യക്ഷപ്പെട്ടു. കർഷകരുടെ പ്രശ്നം, അഴിമതി, തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സിനിമകൾ സംസാരിച്ചു. കത്തി എന്ന സിനിമ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. മെർസൽ ആരോഗ്യരംഗത്തെ അഴിമതികളെ വിമർശിച്ചു. ബിഗിൽ സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. സർക്കാർ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ ചോദ്യം ചെയ്തു. ഈ സിനിമകളിലൂടെ വിജയ് തന്റെ രാഷ്ട്രീയ ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്ന് ഇപ്പോൾ പലരും പറയുന്നു. സർക്കാർ സിനിമയുടെ ഓഡിയോ റിലീസ് ചടങ്ങിലാണ് വിജയ് രാഷ്ട്രീയത്തിലേക്കുള്ള സൂചനകൾ നൽകിയത്. പിന്നീട് ബിഗിൽ സിനിമയുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗികമായ പരിശോധനയ്ക്ക് ശേഷം ആരാധകർക്കൊപ്പം എടുത്ത ഒരു സെൽഫി ഏറെ ചർച്ചയായി. അന്ന് പലരും അത് തമാശയായി കണ്ടെങ്കിലും പിന്നീട് അത് വലിയ രാഷ്ട്രീയ സന്ദേശമായിരുന്നുവെന്ന് മനസ്സിലായി. ഇപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ് തന്റെ പാർട്ടി ചിഹ്നമായ വിസിൽ വലിയ ഭാഗ്യചിഹ്നമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന അടയാളമായിട്ടാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത്. അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യത്തിന്റെ ശബ്ദമാണ് ആ വിസിൽ എന്ന് വിജയ് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. രാവിലെ 10 മണിക്കാണ് ചടങ്ങ് ആരംഭിച്ചത്. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. തമിഴ്നാട്ടിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കപ്പെടുന്നത് ആദ്യമായാണ്. 1952 ശേഷം ആദ്യമായാണ്
സംസ്ഥാനത്തെ ഇത്തരമൊരു കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിലെത്തുന്നത്. കൂടാതെ 1967 ശേഷം ആദ്യമായാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിൽ മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രാഷ്ട്രീയ നാടകമായി മാറിയിരുന്നു. ആര് പിന്തുണ നൽകും, ആര് വിട്ടുമാറും എന്ന ആശങ്ക തുടരുകയായിരുന്നു. ഒടുവിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിജയനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് ആദ്യ മന്ത്രിസഭാ യോഗവും നടക്കും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ആദ്യ തീരുമാനങ്ങൾ അപ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളും തുടരുകയാണ്. തിരുപ്പത്തൂരിൽ വളരെ കുറഞ്ഞ വോട്ടിന് തോറ്റ DMK നേതാവ് പെരിയക്കുറുപ്പ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിജയിച്ച TVK സ്ഥാനാർത്ഥിയെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് ഹർജിയിലെ ആവശ്യം. കോടതി നാളെ ഹർജി പരിഗണിക്കും. എന്നിരുന്നാലും ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രത്തിലാണ് വിജയ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ മറ്റൊരു താരത്തിൽ നിന്നുപരി ജനങ്ങളുടെ പ്രതീക്ഷകളെ ഏറ്റെടുത്ത പുതിയ നേതാവായിട്ടാണ് പലരും അദ്ദേഹത്തിനെ കാണുന്നത്. ഒരു നടനെന്ന നിലയിൽ വലിയ വിജയങ്ങൾ നേടിയ വിജയ്ക്ക് ഇനി മുന്നിലുള്ളത് ഏറ്റവും വലിയ പരീക്ഷണ ഭരണമാണ്. ജനങ്ങൾ നൽകിയ വിശ്വാസം നിലനിർത്താനാകുമോ എന്നതാണ് എല്ലാവരും നോക്കുന്നത്. സിനിമയിൽ ആരാധകരെ കയ്യിലെടുത്തതുപോലെ യഥാർത്ഥ ജീവിതത്തിലും ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനാകുമോ എന്നത് സമയം തെളിയിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ അധ്യായം തുടങ്ങുകയാണ്. സിനിമയിലെ തളപതി ഇനി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.